വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇന്ന്. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. വികസന മുന്നേറ്റ ജാഥകളും കുറ്റവിചാരണകളുമായി മുന്നണികൾ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്ക് ആദ്യം തന്നെ കടന്നിരുന്നു. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം VV അരുണിലേക്ക്. തിരുവനന്തപുരത്ത് അരുണുണ്ട്. അരുൺ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആവേശമുള്ള തെരഞ്ഞെടുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം അത് നമ്മുടെ വീട്ടുമുറ്റത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഓരോ വ്യക്തിയുടെയും ഓരോ വോട്ടും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതിന്റെ ആവേശം ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപനത്തിന് എത്രയോ മുൻപ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വരികയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ്? എങ്ങനെയാണ് കമ്മീഷൻ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്? തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായത് നേരത്തെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാന്റെ വാർത്താ സമ്മേളനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചതുപോലെ മുന്നണികൾക്ക് ഇത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇടതുമുന്നണിക്ക് എല്ലാ തെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ കുറേ നാളുകളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം ഉണ്ടാകാറുണ്ട്. 2010 അല്പം കോൺഗ്രസ് വലിയൊരു മേൽക്കൈ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി ഇടതുമുന്നണി വലിയ മേൽക്കൈ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇത്തവണയും അതിൽ കുറഞ്ഞൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയാകും ഇടതുമുന്നണിയുടെ തുറപ്പുചീട്ട്. ക്ഷേമപരിശ അടക്കമുള്ളവ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് പിടിക്കാം എന്ന പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾക്കുള്ളത്. കോൺഗ്രസിനാകട്ടെ ഒരു തിരിച്ചുവരവ് വേണമെങ്കിൽ ഇവിടെ വരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നും സെമി ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അല്ല പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്തരം പ്രതീക്ഷകൾ എല്ലാ മുന്നണികളും വയ്ക്കാറുണ്ട്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം പ്രതീക്ഷിക്കുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസിന് അവർ നയിക്കുന്ന UDF മുന്നണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനാകൂ. അതുകൊണ്ട് അവർക്ക് വളരെ നിർണായകമാണ്. BJP സംഘടനാപരമായി രാഷ്ട്രീയമായി കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വലിയ വോട്ട് വിഹിതം അവർ തുടർച്ചയായി ഉണ്ടാക്കുന്നുണ്ട്. 2 നഗരസഭകൾ കഴിഞ്ഞ തവണ ഭരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഭരിക്കുന്നുണ്ട്. പന്തളവും അതുപോലെ തന്നെ പാലക്കാടും. BJPയും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. 25% വോട്ട് വിഹിതം എത്തിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് BJPയുടെ പ്രധാന നേതാവ് അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ തന്നെ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ BJP വലിയ ഒരുക്കങ്ങളിലാണ്. അവർക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. എപ്പോഴും പറയുന്നത് പോലെ കടലാസിലെ ശക്തിയല്ല, അത് ഫീൽഡിൽ ആ ശക്തി തെളിയിക്കണം. തെരഞ്ഞെടുപ്പിൽ ആ നേട്ടമുണ്ടാക്കണം. അതിനുള്ള തീവ്ര യത്നത്തിലാണ് BJPയും ഉള്ളത്. 3 മുന്നണികൾക്കും ഒരുപോലെ നിലനിൽപ്പിന്റെ പോരാട്ടമായി തെരഞ്ഞെടുപ്പ് മാറുന്നത്. അതുകൊണ്ടാണ് മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യും. ഇവിടേക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു ത്രികോണ പോരാട്ടമായി സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് മാറാറുണ്ട്. പ്രാദേശിക വിഷയങ്ങളാകും ഈ തെരഞ്ഞെടുപ്പിനെ പൊതുവിൽ സ്വാധീനിക്കുക. വ്യക്തിബന്ധങ്ങൾ വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ, സർക്കാരിന്റെ എതിരായ വികാരങ്ങൾ, തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് ഭരണം കടക്കുന്ന ഒരു സർക്കാർ സ്വാഭാവികമായും അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് BJPയും കോൺഗ്രസും UDFും ഉള്ളത്. അല്പസമയം CPMന്റെ ജനറൽ സെക്രട്ടറി MAB സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് തുടർഭരണം എതിർവികാരമല്ല ഉണ്ടാക്കാൻ പോകുന്നത്, തുടർഭരണം ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യാൻ പോവുകയാണ്. തുടർഭരണത്തിൽ സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ, ക്ഷേമം ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കി ഇടതുമുന്നണിയെ വീണ്ടും വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രതീക്ഷയാണ് CPM ജനറൽ സെക്രട്ടറി MAB അല്പസമയം മുമ്പ് നമ്മോട് പങ്കുവച്ചത്. അതേസമയം എതിർവികാരങ്ങൾ, ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്ന് മറ്റ് 2 മുന്നണികളും ഉറപ്പിക്കുന്നു. ഏതായാലും കളം തയ്യാറാണ്, മുന്നണികൾ തയ്യാറാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഒരുപടി മുന്നിൽ സ്ഥാനാർത്ഥികളെ പലയിടങ്ങളിലും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നഗരസഭയിലടക്കം BJPയുടെ പ്രഖ്യാപനം ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട്. CPM ഇന്ന് ഉച്ചയോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അവസാന റൗണ്ട് ചർച്ചകൾ പലയിടങ്ങളിലും പുരോഗമിക്കുകയാണ്. അതിന് പുറമെ മുന്നിൽ തന്നെ CPM വികസന ജാഥകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു. പദയാത്രകളുമായി കോൺഗ്രസും BJPയും രംഗത്തിറങ്ങിയിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ തകൃതിയാണ്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് CPM തങ്ങൾക്ക് അനുകൂലമായി വാർഡുകൾ ഒരുക്കി എന്ന ആരോപണം
കോൺഗ്രസും BJP ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു നേട്ടം അവർക്കുണ്ടാകുന്ന പ്രതീക്ഷ CPM-നുമുണ്ട്. ഏതായാലും അത്തരത്തിൽ എല്ലാ തലങ്ങളിലുമുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കഴിഞ്ഞു. അതിന്റെ തുടർച്ച ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പ്രചരണം വരും ദിവസങ്ങൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. സ്ഥാനാർത്ഥികളും ഇന്നും നാളെയും കൊണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള 3 രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഈ 1-2 ദിവസങ്ങൾക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യും. അരുൺ, ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും ആവേശഭരിതമായ തദ്ദേശ പോര് നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അതിന് കാരണം അത് തലസ്ഥാനമാണ്. കഴിഞ്ഞ തവണ ആവേശകരമായ തെരഞ്ഞെടുപ്പിൽ 51 സീറ്റുകളുമായി LDF വരികയും ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ നിർത്തിക്കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇത്തവണ BJP രണ്ടും കൽപ്പിച്ചാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രത്തിന് തന്നെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. സംസ്ഥാനം മുഴുവൻ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് തിരുവനന്തപുരത്തെ തയ്യാറെടുപ്പുകൾ? ആദ്യഘട്ടത്തിൽ ലീഡ് എടുത്തത് UDF ആണ്. പക്ഷേ LDF-നെ സംബന്ധിച്ച് അവരുടെ ഒരു കോൺഫിഡൻസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അവർക്കൊരു മുൻഗണന കിട്ടുമെന്നതാണ്. LDF-ഉം BJP-യും നേരിട്ട് എന്നതിൽ നിന്ന് മാറി ത്രികോണ മത്സരം എന്ന പ്രതീതിയിലേക്ക് എത്തിക്കാൻ UDF-ന് കഴിഞ്ഞു. എന്തൊക്കെയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ 70-ലേറെ വാർഡുകളിൽ BJP-ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ മുൻതൂക്കം 1ാം സ്ഥാനത്ത് അവർ എത്തിയിരുന്നു. അതാണ് BJP-യുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകോപനങ്ങൾ നടത്തുന്നത്. നിരീക്ഷണവുമായി അമിത്ഷായും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമിത്ഷായുടെ വളരെ കൃത്യമായ നിരീക്ഷണം ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ട്. വലിയ പ്രശ്നങ്ങൾ BJP-യിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പലയിടങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തയ്യാറെടുത്ത് വന്നിരുന്നു. അതിലെ തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ BJP ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇത്തവണ മുന്നോട്ട് പോകുന്നത്. ഇതൊരു ടെസ്റ്റ് ഡോസായി അവർ കാണുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് നിയമമണ്ഡലത്തിൽ പദയാത്ര നടത്തിയത്. അതായത് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ. വട്ടിയൂർക്കാവിൽ മുൻ DGP ശ്രീലേഖ പദയാത്ര നടത്തി. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായേക്കാം ശ്രീലേഖ. VV രാജേഷ് പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ മത്സരിക്കുന്നു. പത്മിനി തോമസ് മുൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ അധ്യക്ഷ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തക കൂടിയായിരുന്ന പത്മിനി തോമസ് പാളയം വാർഡിൽ മത്സരിക്കുന്നു. അങ്ങനെ വളരെ മുൻ കൌൺസിലർമാർ ഏതാണ്ട് എല്ലാവരും BJP-യുടെ നിലവിലെ കൌൺസിലർമാർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് അവരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നതും. ഇത്തവണയെങ്കിലും ഈ 51 എന്ന മാർക്ക് തൊടാനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് ആകട്ടെ 44-ൽ നിന്ന് 22-ലേക്കും 21-ലേക്കും പിന്നീട് 10-ലേക്കും എത്തി നിൽക്കുകയാണ്. തലസ്ഥാന നഗരസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം. പക്ഷേ ഇത്തവണ വളരെ മുന്നേ കോൺഗ്രസ് രംഗത്തിറങ്ങി. വളരെ മികച്ച സ്ഥാനാർത്ഥികളെ അവർക്ക് ശബരിനാഥിനെ പോലെ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന 2 തവണ MLA ആയ നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞു. മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു റൌണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. സാധാരണഗതിയിൽ CPM ഒക്കെ അവതരിപ്പിക്കുമ്പോഴുള്ള സ്ഥാനാർത്ഥി പട്ടിക വളരെ യുവത്വം, യുവാക്കളെ, വിദ്യാസമ്പന്നരെ അണിനിർത്തിക്കൊണ്ട് ശബരിനാഥ് പറഞ്ഞതുപോലെ ആശാവർക്കർമാർ മുതൽ ടെക്കികൾ വരെ, ആശാവർക്കർമാർ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപികമാർ വരെ, അങ്ങനെയുള്ള പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതിന് നേട്ടമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഭരണത്തിലേക്ക് എത്തുമെന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെങ്കിലും അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും ഇപ്പോഴുള്ള 10 എന്നുള്ളത് അതിന് ഇരട്ടിയിലേറെ ഉയർത്താൻ കഴിഞ്ഞാൽ പോലും കോൺഗ്രസിന് നേട്ടമാണ്. എന്നാൽ ഇടതുമുന്നണിയാകട്ടെ CPM ആകട്ടെ 70 സീറ്റുകൾ ഇത്തവണ CPM മത്സരിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ 51 സീറ്റ് പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ വാർഡ് പിടിച്ചെടുത്ത് 52-ലേക്ക് അവരുടെ ടാലി ഉയർത്തിയിരുന്നു. അവർ വലിയ തികഞ്ഞ പ്രതീക്ഷ